Alhamdulillah Rabbil Alamin. Assalatu wassalamu ala ashrafil amma ba'd. വേദിയിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാർ, സദസ്സിലിരിക്കുന്ന രക്ഷിതാക്കളെ, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ലോകത്തെ തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഒരു രാവിലാണ് നാം ഇന്നുള്ളത്. ആരായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം? അനീതിയിലും അക്രമത്തിലും ജാഹിലിയത്തിന്റെ മുഴുവൻ ജീർണതകളിലും ജീവിച്ചിരുന്ന അറേബ്യൻ ജനസമൂഹത്തെ സംസ്കരിച്ച് അവരെ അഖില ലോക നേതാക്കളും ലോകത്തിന്റെ കെടാത്ത വിളക്കുകളും ഉജ്ജ്വല സംസ്കാരത്തിന്റെ പ്രതീകങ്ങളുമാക്കി മാറ്റിയതിന്റെ മുഴുവൻ മഹത്വവും വിശ്വഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. പ്രമുഖ തത്വചിന്തകനായിരുന്ന ഡോക്ടർ ബർനാഡ് ഷാ അള്ളാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് പറഞ്ഞതെന്തും നിങ്ങൾക്കറിയുമോ? ഡോക്ടർ ബർനാഡ് ഷാ പറയുകയാണ്, He must be called as the savior of humanity. തീർച്ചയായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുഴുവൻ മനുഷ്യരാശിയുടെയും രക്ഷകൻ എന്നാണ് വിളിക്കുന്നത്. If a man like him were to assume the dictatorship of the modern world, ആധുനിക ലോകത്തിന്റെ മുഴുവൻ അധികാരവും പ്രവാചകന്റെ കയ്യിലായിരുന്നുവെങ്കിൽ he would succeed in solving problems in a way that would bring it much needed peace and happiness. ഈ ലോകത്തിന്റെ മുഴുവൻ പ്രശ്നവും പരിഹരിച്ച് ഈ ലോകത്ത് ശാന്തിയും സമാധാനവും നിലക്കുമായിരുന്നു. കറുത്ത അടിമയായ ആഫ്രിക്കക്കാരനായ ബിലാൽ ഇബ്നു റവാഹിനെയും വെളുത്തു സുന്ദരനായ സൽമാൻ ഫാരിസി എന്ന പേർഷ്യക്കാരനായ മനുഷ്യനെയും ഒരേ ഭക്ഷണത്തളികയിൽ ഭക്ഷിപ്പിച്ചുകൊണ്ട് സമത്വത്തിന്റെ സുന്ദരമായ മാതൃക കാണിച്ചു തന്ന പ്രവാചകൻ കറുത്തവന് വെളുത്തവനേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ അറബിക്ക് അനറബിയേക്കാളോ അനറബിക്ക് അറബിയേക്കാളോ യാതൊരു ശ്രേഷ്ഠതയുമില്ലെന്നും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നത് അള്ളാഹുവും അവന്റെ അടിമയും തമ്മിലുള്ള ഹൃദയബന്ധത്തിന്റെ പേരിൽ മാത്രമാണെന്നും പഠിപ്പിച്ച പ്രവാചകൻ ജാഹിലിയത്തിന്റെ മുഴുവൻ ജീർണതകളും പേറി മുക്കാവാ ചന്തയിലൂടെ സംഹാര താണ്ഡവമായി നടന്നിരുന്ന കാട്ടുറവിയായ ഉമറിനെ സംസ്കരിച്ച് മുസ്ലിം ലോകത്തിന്റെ മുഴുവൻ ഭരണാധികാരിയാക്കിയതിനു ശേഷം യൂഫ്രട്ടീസിന്റെ തീരത്ത് ഓരോട്ടമെങ്ങാനും വിശന്നു മരിച്ചാൽ നാളെ പടച്ചുറപ്പിന്റെ കോടതിയിൽ ഞാൻ സമാധാനം പറയേണ്ടി വരുമെന്ന് ഭയന്ന് പൊട്ടിക്കരഞ്ഞ ഉമറാക്കി മാറ്റിയത് മഹാനായ പ്രവാചകനായിരുന്നില്ലേ? കട്ടതയുടെ മകൾ ഫാത്തിമയാണെങ്കിൽ പോലും അവളുടെ കൈ ഞാൻ മുറിച്ചു മാറ്റുക തന്നെ ചെയ്യുമെന്ന് പഠിപ്പിച്ച നീതിമാനായ പ്രവാചകൻ ജൂതന്റെ ശവശരീരം കൊണ്ടുപോകുമ്പോ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ച പ്രവാചകനോട് അതൊരു ജൂതന്റെ ശവശരീരമല്ലേ പ്രവാചകനെ എന്ന് സഹാബികൾ ചോദിക്കുമ്പോ അതൊരു മനുഷ്യന്റെ ശവശരീരം